ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികൾ നടക്കുമ്പോൾ? ഇല്ല. കാരണം ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നത് ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, പിന്നെ നിങ്ങളെന്തോ പ്രധാനമന്ത്രി ആരോ തിരഞ്ഞെടുക്കുമോ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് നടത്തിക്കോ, ബട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടും. സകല കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. സ്പീക്കർ അയോഗ്യത കൽപ്പിക്കണം, സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം സുപ്രീം കോടതി തീരുമാനിക്കും. എന്തിന്? കേരളത്തിന് കിട്ടാനുള്ള വിഹിതം മുഴുവൻ കിട്ടിയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് സുപ്രീം കോടതിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസം ഇപ്പോൾ നോക്കുന്നത് ആരാ? ഹൈക്കോടതിയാണ്. സിയോമോട്ടോ കയ്യിലെടുത്തതാണ് ഹൈക്കോടതി. സിയോമോട്ടോ എനിക്കറിയില്ല. മുണ്ടക്കല ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ നടുക്ക് കോടതി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായാൽ? ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു നോക്കി, പ്രയോജനമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ ആഴ്ച വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവിൻ്റെ ജോലി, ലെജിസ്ലേച്ചറിൻ്റെ ജോലി ജുഡീഷ്യറി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് വിത്ത് ജുഡീഷ്യറി. ഈ കൊളീജിയം ഈ അപകടം ഞാൻ പറഞ്ഞപ്പോൾ ക്ലാസിക് ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തിരിച്ചു കിട്ടി, റോയൽ ഫാമിലിക്ക് തിരിച്ചു കിട്ടി. വലിയ ബഹളം സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറഞ്ഞു കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ 2 പേരുള്ളൂ. ഞാനും ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു TR രമേഷ് എന്ന് പറഞ്ഞ് അമ്പലക്കേസുകളായിട്ട് നടത്തുന്നവരാണ്. ഞങ്ങൾ 2 പേര് മാത്രമാണ് പറഞ്ഞത് ഈ കേസ് തോക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പത്മനാഭസ്വാമി ടെമ്പിൾ ജയിച്ചിട്ടില്ല. ഈ കേസ് ഭക്തജനങ്ങൾ ജയിച്ചിട്ടില്ല, ഭക്തജനങ്ങൾ തോറ്റ കേസാണ്. പക്ഷെ സമ്മതിക്കില്ല. ഒരു ക്യാമ്പയിൻ അങ്ങോട്ട് നടക്കണം. ആർക്കും ഒന്ന് ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കണ്ടാവും, ഒന്നും വേണ്ട. നൗ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഇൻ പത്മനാഭസ്വാമി? അവിടെ ചിക്കൻ തിന്നുന്നു, എന്തൊക്കെയോ നടക്കുന്നു. അല്ലേ? ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കേസ് തോറ്റു എന്ന് ഞാനും രമേഷൊക്കെ പറയാൻ കാര്യം. ചോദിക്കാനും പറയാനും ഉള്ള ആൾക്കാർ ഇത് ആവരുതായിരുന്നു എന്ന്. അവർ മോശക്കാരായ കൊണ്ടല്ല, അവരല്ല, ആ സെറ്റപ്പ് അല്ല വേണ്ടിയിരുന്നത്. ഇതൊക്കെ അന്നു മുതൽ കോടതികൾ വേണ്ടാത്തതിലൊക്കെ ഇടപെട്ട് വാസ്തവത്തിൽ ജുഡീഷ്യൽ ടേക്ക് ഓവർ ഓഫ് പത്മനാഭസ്വാമി ടെമ്പിൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ജില്ലാ ജഡ്ജിയാണ് അവിടെ ഭരണം. പത്മനാഭസ്വാമി ക്ഷേത്രം അവരങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ ഓരോ ജഡ്ജിമാരായിട്ട് ക്ഷേത്രം ഏറ്റെടുക്കും, അവരുടെ കയ്യിൽ വയ്ക്കും. ഗുരുവായൂർ ഒരു ജഡ്ജിക്ക്, ചോറ്റാനിക്കര വേറൊരു ജഡ്ജിക്ക്. ഈ കൊളീജിയം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണോ ഇതൊക്കെ? അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് അതും കൂടിയാണ്. അത് മാത്രമാണ് എന്ന് ഞാൻ പറയില്ല. കൊളീജിയം സംവിധാനം വാസ്തവത്തിൽ ഭരണഘടനയിൽ ഉള്ളതല്ല. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അവരുടെ കയ്യിലേക്ക് ആ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി അവരെടുത്തു. അന്ന് പക്ഷേ എല്ലാവരും ആശ്വസിച്ചു കിട്ടും. 93 മറ്റോ ആണത്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ ആണ് സുപ്രീം കോടതി ഇതിൽ കൈവയ്ക്കുന്നത്. അന്ന് എല്ലാവർക്കും ആശ്വാസമായി. കാരണം അതുവരെ കേന്ദ്ര സർക്കാരാണ് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജഡ്ജിമാരെ. അപ്പോൾ അന്ന് സർക്കാരിൻ്റെ തോന്നിയ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഓർമ്മയില്ലേ, ജൂനിയർ ജഡ്ജിനെ കയറ്റി ചീഫ് ജസ്റ്റിസ് ആക്കുക, അവർക്ക് തോന്നിയ ആളിനെ നിയമിക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് മാറുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ആശ്വസിച്ചു. കുറച്ചു കാലം അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. അവർ വളരെ എമിനൻ്റായിട്ടുള്ള ആൾക്കാരെ മാത്രം കൊണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മകനെയും, മകൻ തിരിച്ച് അച്ഛനെയും ഒക്കെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വന്ന് കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം ജഡ്ജിമാരുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് അത് പോയി. അവരാരും മോശക്കാരായിരുന്നില്ല കേട്ടോ. ദേ വെർ ഓൾ എമിനൻറ്റ് ഗുഡ് പേഴ്സൺസ്. ബട്ട് വാട്ട് മെസ്സേജ് യു ആർ സെൻഡിങ് ദറ്റ് ഒരു പെർട്ടിക്കുലർ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് 5 സുപ്രീം കോടതി ജഡ്ജി തുരുതുരാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഈ 5ഉം നല്ല ജഡ്ജിമാരാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് നോട്ട്, ആ മെസ്സേജ് നല്ലതല്ല. അപ്പോൾ അത് ജഡ്ജിമാരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ അവരാലോചിക്കുന്നു ഈ അവരുടെ റിലേറ്റീവ്സിനെ തന്നെ വീണ്ടും ജഡ്ജിയായിട്ട് എടുക്കുന്നത്
അന്യായമല്ലേ? എടുക്കാതിരുന്നാൽ അവരോട് ചെയ്യുന്ന അന്യായമല്ലേ? ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ മകൻ മിടുക്കനാണ്, സുപ്രീം കോടതി ജഡ്ജാവാൻ യോഗ്യതയുണ്ട്. പക്ഷേ എൻ്റെ മകനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെ ജഡ്ജിയാവാൻ സമ്മതിക്കാതിരുന്നാൽ അതും തെറ്റല്ലേ? ഇതൊക്കെയാണ് അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ദ വേ ദേ ഡിസ്കാർഡഡ് NJSC നരേന്ദ്രമോദി അന്ന് വളരെ ബുദ്ധിമുട്ടിച്ചതാണ്. ലോക്സഭയിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ, രാജ്യസഭയിലില്ല. എന്നിട്ട് പോലും പ്രതിപക്ഷങ്ങളെ മുഴുവൻ കൺവിൻസ് ചെയ്തിട്ടാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് 5 ജഡ്ജിമാർ കൂടി തീരുമാനിച്ചു. 5-ൽ 3 ജഡ്ജിമാർ. ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് 16 അസംബ്ലി ഇവർ കൂടി പാസ്സാക്കി ആക്റ്റായ ഭരണഘടനാ ഭേദഗതിയോടെ പാസ്സാക്കിയ സാധനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് 3 തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാർ തീരുമാനിച്ചു. 2 പേര് ഇതിന് അനുകൂലമായിട്ട് പറഞ്ഞു. അപ്പോൾ അൺഎലക്റ്റഡ് ആൻഡ് അൺഎലക്റ്റബിൾ പ്രോബബ്ലി അങ്ങനെയുള്ള 3 പേരാണ് ഈ രാജ്യസഭ, ലോക്സഭ, 16 അസംബ്ലികൾ റാറ്റിഫൈ ചെയ്ത NJSC ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞു.